Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള തിയറി പേപ്പറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോസ്, ലാസ്റ്റ് 3 ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ്. നമ്മളെപ്പോഴും എക്സാമിൻ്റെ തലേ ദിവസം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണെങ്കിലും ബുക്ക് ഇപ്പോൾ തൊട്ടുള്ളതെങ്കിലും പാസ്സാകാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഹൈ സ്കോറിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ബികോം BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ഒന്ന് പാസ്സാകണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത, ബാങ്കിങ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. ഇത് രണ്ടും കൂടിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അത് 3 പാർട്ടിലും ഇതിൻ്റെ ഒരു സെപ്പറേഷൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് ഔട്ട് ഓഫ് 100 35 മാർക്സ് മതി ജയിക്കാൻ. സോ അവിടെ 10 മാർക്ക്, ഇന്റേണലി 20 മാർക്കാണ് എക്സാം വരുന്നത്. MCQ ആയിട്ട് റെഗുലർ സ്റ്റുഡൻസിന് അത് ഇന്റേണൽ ആയിട്ട് ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടും ചെയ്യും. ഒരു മിനിമം 10 മാർക്ക് നമുക്ക് അവിടെ നിന്ന് കിട്ടിയാൽ ബാലൻസ് ജയിക്കാൻ 80-ൽ ഒരു 25 മാർക്കിൻ്റെ എഴുതി മേടിച്ചാൽ മതി. 25 അതിനേക്കാൾ കൂടുതൽ നമുക്ക് എങ്ങനെ മേടിക്കാൻ സാധിക്കും? സോ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അതിന് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ പാർട്ട് എയിലും പാർട്ട് സിയിലുമാണ്. ഈ 2 ഏരിയയുടെയും പ്രത്യേകത എന്ന് പറയുന്നത്, പാർട്ട് എയിൽ ഒരു 15 ചോദ്യങ്ങൾ വരുന്നത് മിക്കതും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള അതേ ചോദ്യങ്ങൾ തന്നെയാണ് നാളത്തെ പേപ്പറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു പാറ്റേൺ ഉണ്ട് ഈ ഒരു എക്സാമിന് അവർ ഇടുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിൽ ഏതൊരു പാറ്റേൺ ആണെന്നുള്ളത് നമുക്ക് ആദ്യം കാണാം. നമ്മൾ നാളത്തെ എക്സാമിന് പ്രതീക്ഷിക്കുന്നത് ആ ഏരിയാസ് തന്നെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ദെൻ SA ആണെങ്കിലും, സോ ഈ ഒരു പാർട്ട് എയിൽ നിന്ന് 15 ചോദ്യങ്ങൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. എന്നാലും മിനിമം നമുക്കൊരു 5 ചോദ്യങ്ങൾ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ചോദ്യം മിനിമം കിട്ടിയാൽ മതി. 10 മാർക്ക് അങ്ങനെ ലഭിക്കും. 10 12 നമുക്ക് പാർട്ട് എയിലും പാർട്ട് സിയിൽ 2 SA കിട്ടാൻ ഒരു പാടുമില്ല. 4 SA ചോദ്യങ്ങളുണ്ട്, അതിൽ 2 കിട്ടാൻ ഒരു പാടുമില്ല, വളരെ ഈസിയാണ്. സോ ആ 2 SA രണ്ടും കൂടിയിട്ട് നമുക്കൊരു 10 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ 20 എബോവ് അവിടെ കിട്ടി. പിന്നെ പാർട്ട് ബിയിലുള്ള ചോദ്യങ്ങൾ, ഈ 2 പാർട്ടിലും പറഞ്ഞുള്ള പല കാര്യങ്ങളും റിപ്പീറ്റ് ആയിട്ട് പാർട്ട് ബിയിലും കാണാൻ പറ്റും. ദെൻ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പാസ്സായിരിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ദെൻ നമ്മൾ ഈ ഒരു പേപ്പറിൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ പാറ്റേൺ നമുക്കൊന്ന് കാണാം. അപ്പോൾ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ ഒരു 10 ചോദ്യങ്ങൾ ഏകദേശം ബാങ്കിങ്ങിൽ നിന്നും 4 മുതൽ 5 വരെ ചോദ്യങ്ങളാണ് ഇൻഷുറൻസിൽ നിന്നും വരാറ്. എല്ലാ പേപ്പറിലും ബേസിക്സ്, ബാങ്ക് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം, ഫോറിൻ ബാങ്ക്, എക്സിം ബാങ്ക്, ഇങ്ങനെ ഏതെങ്കിലും ഒരു ബാങ്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ബാങ്കിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാ പേപ്പറിലും വരുന്നതാണ്. പിന്നെ ഇന്റർനെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, അതുപോലെ തന്നെ ട്രഡീഷണൽ ബാങ്കിങ്, കോർ ബാങ്കിങ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 1 2 എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. ദെൻ സ്മാർട്ട് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഇങ്ങനത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾ, RTGS, നെഫ്റ്റ്, സ്വിഫ്റ്റ്, ECS, ഇതിലത്തെ ഏതെങ്കിലും ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും വരുന്നുണ്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. CRR, SLR, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, ഇതിലേതെങ്കിലും ചോദ്യങ്ങൾ എല്ലാ പേപ്പറിലും വരുന്നതാണ്, മാറി മനസ്സിലാവുണ്ടോ?
അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളിലോട്ട് തന്നെ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ 5 ചോദ്യങ്ങൾ കിട്ടാൻ ഒരു പാടുണ്ടാവില്ല. ദെൻ ചെക്ക് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, പ്രോമിസറി നോട്ട് എന്താണ്, ക്രോസിംഗ് ഓഫ് ചെക്ക് എന്താണ്, ചെക്കിൽ തന്നെ പലതരത്തിലുള്ള ചെക്കുകൾ, സ്റ്റെയിൽ ചെക്ക്, ഔട്ട്ഡേറ്റഡ് ചെക്ക്, അങ്ങനെ ചെക്കിൽ തന്നെ പലതരത്തിലുള്ള ചെക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. ക്രോസിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പേപ്പറിലും വരുന്നതാണ്. മനസ്സിലാവുണ്ടോ? സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ് ബാങ്കിങ്ങിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ്. ദെൻ RBIയുടെ ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എടുത്ത് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്, ക്രെഡിറ്റ് ക്രിയേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് നമുക്ക് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് എന്താണ്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്താണ്, ഇതൊക്കെ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. പിന്നെ മിക്ക പേപ്പറിലും നമ്മൾ കാണാറുള്ള മറ്റൊരു ചോദ്യമാണ് എൻഡോഴ്സ്മെന്റ് എന്താണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളാണ് ഏറ്റവും, പിന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന 2 മാർക്സിൻ്റെ ബാങ്കിങ്ങിൻ്റെ ഏരിയയിൽ കണ്ടുവരാറുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ നിന്ന് നമുക്ക് ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും വരാറ്. ഇപ്പോൾ ഇൻഷുറൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എന്താണെന്ന് ചോദിക്കും. പിന്നെ ഇതിലെ പാർട്ടീസ്, ഇൻഷുറർ, പിന്നെ ആരാണ്, ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്, റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസിലെ ഏതെങ്കിലും ഒരെണ്ണം, അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്, അങ്ങനെ നമുക്ക് പല പല പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യവും വരാറുള്ളതാണ്. പ്രോക്സ കോസിമ, പിന്നെ നോ ക്ലെയിം ബോണസ്, ആന്വിറ്റി. അപ്പോൾ ഇങ്ങനെ ബേസിക്സ് ആണ് പലപ്പോഴും ഇൻഷുറൻസിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ കാണാറ്. അപ്പോൾ ഒരു 10-11 ചോദ്യങ്ങൾ ബാങ്കിങ്ങിൽ നിന്നും ബാക്കി ഒരു 4 മുതൽ 5 വരെ ചോദ്യങ്ങൾ ഇൻഷുറൻസിൻ്റെ ഏരിയയിൽ നിന്നും കൂടിയിട്ടുള്ള ഒരു പാർട്ട് A ആണ് നമ്മൾ എല്ലാ പ്രാവശ്യവും കണ്ടുവരാറ്. ഇത് തന്നെയാണ് നമ്മൾ നാളത്തെ എക്സാമിനും എക്സ്പെക്ട് ചെയ്യുന്നത്. പാർട്ട് എയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്, കാണാം. അതുപോലെ തന്നെ ഡിപ്പോസിറ്റിൽ കറണ്ട് ഡിപ്പോസിറ്റ്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്, ടേം ഡിപ്പോസിറ്റ്, അങ്ങനെ പല ഡിപ്പോസിറ്റ്സിൽ ഏതെങ്കിലും ഒരു ചോദ്യം എല്ലാ പ്രാവശ്യം വരാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യരുത്. സോ അങ്ങനെ പാർട്ട് A നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞു പാർട്ട് C എസ്സേയിലോട്ടാണ് നിങ്ങളുടെ ഫോക്കസ് വേണ്ടത്. എസ്സേയിൽ മിക്ക പേപ്പറിലും RBIയുടെ ഫംഗ്ഷൻസോ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസോ മാറി മാറി വരാറുള്ളതാണ്. 4 എസ്സേയിൽ 3 എസ്സേ ബാങ്കിങ്ങും 1 എസ്സേ ഇൻഷുറൻസും ആണ് വരാറ്. ഇൻഷുറൻസിന്റെ ബേസിക്സ് ആണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറ്. ഇൻഷുറൻസ് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സിഗ്നിഫിക്കൻസ്, മറ്റു കാര്യങ്ങൾ, അതല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതിന്റെ ഫീച്ചേഴ്സ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് എസ്സേക്ക് വരാറ് മാറി മാറി. പിന്നെ നമുക്ക് എസ്സേയിലൊന്ന് മാറ്റി പിടിച്ച ഒരു ബാങ്കിങ്ങിൽ നിന്ന് ഇടാറ്. ഇപ്പോൾ ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെയും RBIയുടെയും ഫംഗ്ഷൻസ് അല്ലാണ്ട് ഇക്കണോമിക് ഡെവലപ്മെന്റിന് ബാങ്കിന്റെ റോൾ എന്താണ് പലപ്പോഴും വരാറുണ്ട്. സ്പെഷ്യൽ കസ്റ്റമേഴ്സിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് വരാറുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്താണ്, അതിൻ്റെ ഡിഫറെൻറ്റ് സ്കീംസ് വരാറുള്ളതാണ് മാറി. പിന്നെ നമുക്ക് ഒന്നുകിൽ മാറ്റി പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ചെക്കും അതുപോലെ തന്നെ ക്രോസിങ്, അതിൻ്റെ ടൈപ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ഒരു മാറ്റി പിടിക്കുകയാണെങ്കിൽ. എന്നാലും മിനിമം ബാങ്കിനെ പറ്റിയിട്ടുള്ള ബേസിക്സ്, കൊമേഴ്ഷ്യൽ ബാങ്ക് അതുപോലെ തന്നെ RBI, ഈ രണ്ടെണ്ണത്തിൻ്റെ ഫങ്ഷൻസ്, ദെൻ ഇൻഷുറൻസിൻ്റെ ബേസിക്സ്, ലൈഫ് ഇൻഷുറൻസിൻ്റെ ബേസിക്സ്, ഇതിൻ്റെ ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ പ്രിൻസിപ്പിൾസ്, ഇതൊക്കെയാണ് എസ്സേക്ക് മാറി മാറി വരാറ്. ദെൻ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്ക് അക്കൗണ്ട്, അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ടും ഒന്ന് ഒരു വർഷം കഴിഞ്ഞാൽ ഒന്ന് മാറ്റി പിടിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എസ്സേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. അപ്പോൾ ഈ 2 പാർട്ടിലോട്ടും ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും. ദെൻ ഇതിൽ പറഞ്ഞ പല ചോദ്യങ്ങളാണ് നമുക്ക് പാർട്ട് ബിയിലും വരാറ്. അവിടെ നോക്കുകയാണെങ്കിലും ബാങ്കിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കോർ ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ഈ പറഞ്ഞ ട്രഡീഷണലും അതുപോലെ തന്നെ മോഡേൺ ബാങ്കിങ് തമ്മിലുള്ള ഡിഫറൻസ്, ചെക്ക്, ക്രോസിങ്, എൻഡോഴ്സ്മെന്റ്, ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ്, ലൈഫ് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, നേരത്തെ പറഞ്ഞ പല ചോദ്യങ്ങൾ തന്നെ ഇവിടെ പാർട്ട് ബിയിലും റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്.
ഈ പറഞ്ഞ കോർ ബാങ്കിങ് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരാറുള്ളതാണ്. അതുപോലെ തന്നെ എക്സിം ബാങ്കിങ്, പിന്നെ യൂണിറ്റ് ബാങ്കിങ്, ഇതൊക്കെ പലപ്പോഴും കാണാറുള്ള റിപ്പീറ്റ് ചോദ്യങ്ങളാണ്. IRDയുടെ ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ നാളത്തെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാർട്ട് എയിൽ ഒരു 5 or 6 കിട്ടാൻ ഞാൻ പറഞ്ഞ പാറ്റേൺ ഫോളോ ചെയ്യുക. essay മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. 4 essayയിൽ 2 essay എഴുതിയാൽ മതി. ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇതിൽ ഏറ്റവും ക്രൂഷ്യൽ അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്തായാലും essay എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു RBI കൊമേഴ്ഷ്യൽ ബാങ്ക്, പിന്നെ ഇൻഷുറൻസിൽ നിന്നൊരു essay, ബാങ്കിന്റെ ടൈപ്സ്, അക്കൗണ്ടിൽ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ്, ഈ കുറച്ച് ഏരിയാസ് നോക്കിയാൽ തന്നെ essay ലഭിക്കും. മിക്കതും ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ മാറി മാറി പിടിക്കാറുള്ള മറ്റൊരു essay ടോപ്പിക്കാണ്. ഓക്കെ, പിന്നെ 2 marks വരുന്നത് അത് തന്നെ പലതും 5 marks റിപ്പീറ്റ് ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേപ്പറാണ് നമ്മൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ ഈവനിങ് 8:30 ലൈവ് വയ്ക്കുന്നുണ്ട്. എല്ലാവരും ലൈവിൽ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും നമ്മൾ ആ ലൈവിൽ നൽകുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ്. എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. ഇന്നത്തെ എക്സാം പോലെ തന്നെ നാളത്തെ എക്സാമും ഈസി പേപ്പർ ആവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇതൊക്കെ പോരാണ്ട് എനിക്ക് എപ്പോഴും പറയാനുള്ളത് കറക്റ്റ് സമയത്ത് എക്സാമിന് എത്തുക, ഹോളിൽ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, നീറ്റ് ആൻഡ് ക്ലിയർ കട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യുക, ഫുൾ ടൈം എക്സാമ്പിൾ സ്പെൻഡ് ചെയ്യണം, ഒരു ചോദ്യം വിടരുത്, അവർക്ക് മാർക്ക് ഇടാനുള്ള സ്പേസ് കൊടുക്കുക. ഇത് ഞാൻ പറയാൻ കാരണം ഇന്ന് എക്സാം കഴിഞ്ഞപ്പോൾ പലരും വിളിച്ചു പറഞ്ഞു സമയത്തിന് എത്തിയില്ല. മോർണിംഗ് എക്സാം ആകുമ്പോൾ പലരും നേരത്തിന് എത്തുന്നില്ല. ടൈം വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.